ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. ചെയ്യരുതാത്ത കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് നാം ചിന്തിക്കുന്നത്. അതിൽ ഒരു വിഷയമാണ് യൗവനത്തിലെ ഭാര്യയോട് ആരും അവിശ്വസ്തത കാണിക്കരുത്. ഈ വിഷയം ഇവിടെ ചിന്തിക്കുവാനുണ്ടായ കാരണം എന്ന് പറയുന്നത്, ഈ ലോകത്തിൻ്റെ ഇപ്പോഴുള്ള ജീവിത രീതികളും കുടുംബജീവിതവും ഭാര്യ-ഭർത്തൃ ബന്ധങ്ങളുമൊക്കെയും ഏറ്റവും ദുഷ്കരമായിരിക്കുന്നതും പ്രയാസമേറിയിരിക്കുന്നതുമായ ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം സന്തോഷകരവും ദൈവത്തിന് പ്രസാദവുമായ ഒരു ഭാര്യ-ഭർത്തൃ ജീവിതം, ഒരു കുടുംബജീവിതം എപ്രകാരം നയിക്കുവാൻ സാധിക്കും, അതിന് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം, അതിന് എന്തെല്ലാം കാര്യങ്ങൾ ഉപേക്ഷിക്കണം എന്നതിനെക്കുറിച്ചാണ് നാം ഇന്നിവിടെ ചിന്തിക്കുന്നത്. മനുഷ്യൻ്റെ ആയുഷ്കാലത്ത് ബാല്യവും യൗവനവുമൊക്കെയും മായയാണ്. എന്നാൽ യൗവനത്തിലാണ് അവൻ്റെ ഇന്ദ്രിയമൊക്കെയും പുഷ്ടി പ്രാപിക്കുന്നതും ഇന്ദ്രിയങ്ങൾ പുഷ്ടി വെച്ച് ലോകത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നതും. എന്നാൽ ദൈവഭയം നിമിത്തം ദൈവത്തോടുള്ള ഭക്തിയിൽ ആയിരിക്കുമ്പോൾ യൗവനത്തിൽ തന്നെ യൗവനമോഹങ്ങളെ വിട്ടോടി ദൈവഭക്തിക്ക് മുൻതൂക്കം കൊടുക്കുവാനായിട്ട് സാധിക്കും. അവനാണ് ദൈവഭക്തൻ. കാരണം അവൻ്റെ ഇന്ദ്രിയങ്ങളൊന്നും അവനെ സ്വാധീനിക്കുവാൻ തക്കവണ്ണം പ്രാപ്തർ ആയില്ലെന്ന് അർത്ഥം. വീണ്ടും നാം ചിന്തിക്കുന്നത്, അങ്ങനെ ഓരോരുത്തരും സ്വന്തമായ ഭാര്യയും ഓരോരുത്തിക്ക് സ്വന്തം ഭർത്താവും ഉണ്ടായിരിക്കട്ടെ എന്ന് വചനപ്രകാരവും ഏകാകികളെ ദൈവം കുടുംബത്തിൽ വസിക്കുമാറാക്കുന്നു എന്ന വചനപ്രകാരവും ലോകത്തിൽ കുടുംബജീവിതങ്ങൾ ആരംഭിക്കുന്നു. വിവാഹിത ആകും മുമ്പേ അപ്പൻ്റെ ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുമ്പോൾ അബ്രാഹാമിൻ്റെ ബാല്യക്കാരനായ എലയാസാർ വന്ന് വിവാഹ അഭ്യർത്ഥന നടത്തുമ്പോൾ ലാബാൻ പറയുന്നത് പോലെ, ഈ കാര്യം യഹോവയാൽ വരുന്നു, നിന്നോട് ഗുണമെങ്കിലും ദോഷമെങ്കിലും പറയുവാൻ ഞങ്ങൾക്ക് കഴിയുകയില്ല. അങ്ങനെ വിവാഹത്തിന് അവളെ നിശ്ചയിക്കുന്നു. ഒരു വിവാഹം നിശ്ചയിക്കുന്ന സമയം മുതൽ വിവാഹം വരെയുള്ള കാലഘട്ടത്തിലെ മനുഷ്യൻ്റെ ചിന്താഗതി ദൈവം പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് നാം അറിയണം. അമ്മ മറിയയ്ക്ക് വിവാഹം നിശ്ചയിക്കപ്പെട്ട ജോസഫിൻ്റെ ചിന്താഗതികൾ നമുക്ക് ഉദാഹരണമായിട്ട് കാണാം. അവർ കൂടി വരും മുമ്പേ മറിയ ഗർഭിണിയായി എന്ന് കണ്ട് ഗൂഢമായി അവളെ ഉപേക്ഷിക്കുവാൻ ഭാവിക്കുമ്പോൾ അവളിൽ ഉൽപ്പാദിതമായത് പരിശുദ്ധാത്മാവിനാലാകുന്നു എന്നും അവളെ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കേണ്ട എന്നും ദൈവാത്മാവ് ജോസഫിനോട് പറയുകയും ജോസഫ് അത് അനുസരിക്കുകയും ചെയ്തു. ഇങ്ങനെ ദൈവത്താൽ കൊണ്ടുവരുന്നതും ദൈവത്താൽ ശുദ്ധീകരിക്കപ്പെട്ടതുമായ ജീവിതങ്ങളെ തമ്മിൽ ദൈവം ഒന്നിച്ചു കൂട്ടുന്നു. ദൈവം കൂട്ടിച്ചേർത്ത് ദമ്പതികളായി അവർ ജീവിതം ആരംഭിക്കുന്നു. ഈ സമയം മുതൽ ദൈവം മൂന്നാമത് ഒരാളായി സാക്ഷിയായി അവരോടുകൂടെ ഉണ്ടായിരിക്കും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻ്റ്. ദൈവത്താൽ കൂട്ടിച്ചേർത്തതും ദൈവം രണ്ട് ഹൃദയങ്ങളെ തമ്മിൽ വിവാഹബന്ധത്തിൽ ഒരുമിച്ച് കൂട്ടുമ്പോൾ മധ്യസ്ഥനായിട്ട് സാക്ഷിയായിട്ട് കർത്താവ് അവരോട് എപ്പോഴും കൂടി ഉണ്ടായിരിക്കും. ഇവർ പരസ്പരം വേർപാട് അന്വേഷിക്കുകയോ ഉപേക്ഷിക്കുകയോ ചെയ്യുവാൻ പാടുള്ളതല്ല. അതുപോലെ തന്നെ പരസ്പരം അവിശ്വസ്തത കാണിക്കരുത്. കർത്താവ് കൂടെയുള്ളപ്പോൾ അവർ അവിശ്വസ്തത കാണിക്കുകയില്ല. അതിൻ്റെ കാരണം കർത്താവ് കൂടെയിരുന്ന് അവർക്ക് സൽബുദ്ധി ഉപദേശിച്ചു കൊടുക്കുന്നു. എന്നാൽ യൗവനത്തിലെ ഭാര്യയോട് അവിശ്വസ്തത കാണിക്കാൻ കാരണം സുബോധം നഷ്ടപ്പെട്ട് പോകുന്നതുകൊണ്ടാണ്. മനുഷ്യന് സുബോധം നഷ്ടപ്പെടുന്നതിനെക്കുറിച്ച് വചനം പറയുന്നത്, കൊതി, മോഹം, പ്രതികാരം, ജാരശങ്ക, പ്രേമം എന്നിങ്ങനെയുള്ള കാരണങ്ങളാൽ മനുഷ്യന് സുബോധം നഷ്ടപ്പെട്ടു പോകുന്നു. നമ്മളിന്ന് ലോകത്ത് പല വിവാഹബന്ധങ്ങളും നശിക്കുന്നതിൻ്റെ കാരണം, നിലനിൽക്കാൻ സാധിക്കാത്തതിൻ്റെ കാരണം, തമ്മിൽ വേർപിരിയുന്നതിൻ്റെ കാരണം
കുടുംബജീവിതം യാതൊരു സന്തോഷവുമില്ലാതെ മുമ്പോട്ട് പോകുന്നതിൻ്റെ ഒക്കെയും കാരണമാണ് ഇവിടെ നമ്മൾ പറഞ്ഞത്. കൊതി, മോഹം, പ്രതികാരം, ജാരശങ്ക, പ്രേമം എന്നിങ്ങനെയുള്ള കാര്യങ്ങളിൽ മനുഷ്യൻ പോയി പെടുമ്പോൾ അവന് സുബോധം നഷ്ടപ്പെട്ടു പോകുന്നു. അങ്ങനെ തുടർന്ന് ഭാര്യ ഭർത്തൃ ജീവിതങ്ങളിൽ അവിശ്വസ്തത ആരംഭിക്കുകയാണ്. അവിടെ സംഭവിക്കുന്നതും ഭാര്യ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യയോടും ദൈവത്തോടും അവിശ്വസ്തത, സുബോധം നഷ്ടപ്പെട്ടു പോകുന്ന സമയം മുതൽ ഭാര്യയ്ക്കും ഭർത്താവിനുണ്ടാവുകയാണ്. ഊരിയാവിൻ്റെ ഭാര്യയെ കണ്ടതോടുകൂടി ദാവീദിൻ്റെ സുബോധം നഷ്ടപ്പെട്ടു. ദാവീദിന് ഭാര്യമാരും നല്ല കുടുംബജീവിതവും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതവും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട തലമുറയൊക്കെയും ഉണ്ടായി. ഏറ്റവും ദൈവഭയത്തോടും സന്തോഷത്തോടും കൂടി ദാവീദ് ജീവിച്ചു വരുന്ന ഒരു സന്ദർഭത്തിലാണ് ഊരിയാവിൻ്റെ ഭാര്യയുടെ മേൽ ദാവീദ് ദൃഷ്ടി വച്ചത്. ദൈവം ദാവീദിനെ ഉപദേശിച്ചെങ്കിലും അവൻ കർത്താവിനെ നിരസിച്ച് കളഞ്ഞു. കർത്താവിനെ നിരസിച്ച് കളയുന്ന ആ സമയം മുതൽ ഇങ്ങനെയുള്ളവരുടെ ജീവിതത്തിൽ ഒരിക്കലും തോരാത്ത കണ്ണുനീരിനുള്ള അവസരം ഉണ്ടാകുന്നു. നമുക്കറിയാം, ദാവീദിൻ്റെ ജീവിതം അന്നുവരെയും പോയതുപോലെയല്ല. ഊരിയാവിൻ്റെ ഭാര്യയെ അവൻ ചതിപ്രയോഗത്തിലൂടെ കൈവശമാക്കിയ അന്നു മുതൽ കണ്ണുനീരിൻ്റെ അനുഭവങ്ങളാണ് ദാവീദിനുള്ളത്. ദാവീദിൻ്റെ 3 ആൺമക്കൾ അത് നിമിത്തം നഷ്ടപ്പെടുവാനിടയായി തീർന്നു. ദാവീദിൻ്റെ ഭാര്യമാർ ഒരിക്കലും ദാവീദിനെ വീണ്ടും അവരെ പ്രാപിക്കാൻ കഴിയാത്ത വിധത്തിൽ അവരെ മലിനപ്പെടുത്തി കളയുവാനിടയായി തീർന്നു. എന്നും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും വാക്കുകൾ കേട്ടുകൊണ്ടിരുന്ന ദാവീദിൻ്റെ ജീവിതത്തിലേക്ക് എന്നും വേദനയുടെയും ദുഃഖത്തിൻ്റെയും നെടുവീർപ്പിൻ്റെയും ശബ്ദങ്ങളാണ് അവൻ കേട്ടുകൊണ്ടിരുന്നത്. ഒറ്റ കാരണം മാത്രമേ ഉണ്ടായുള്ളൂ. അത് ദൈവത്തിൻ്റെ സന്നിധിയിൽ ദാവീദിന് വന്ന അവിശ്വസ്തത നിമിത്തമായി അവൻ്റെ സുബോധം നഷ്ടപ്പെട്ടു പോകാനായിട്ട് ഇടയായി തീർന്നു. തുടർന്ന് കണ്ണുനീരിൻ്റെ അനുഭവങ്ങളാണ് അവന് ഉണ്ടായത്. എന്നാൽ ഇങ്ങനെയുള്ള കണ്ണുനീരിൻ്റെ അവസ്ഥയിൽ മാനസാന്തരപ്പെടുകയാണെങ്കിൽ കർത്താവ് വീണ്ടും മധ്യസ്ഥനായിരുന്ന് അവരുടെ ദാമ്പത്തിക ജീവിതത്തെ അനുഗ്രഹിച്ച് കർത്താവിനോടൊപ്പം ജീവിതകാലം കഴിപ്പാൻ ഇടവരുന്നു. അല്ലാത്ത പക്ഷം കണ്ണുനീരിൽ തന്നെ ജീവിതം അവസാനിച്ചു പോകുവാനും ഇടവരുന്നു. അതുകൊണ്ട് യൗവനത്തിലെ ഭാര്യയോട് ആരും അവിശ്വസ്തത കാണിക്കരുത്. ദൈവമാണ് കൂട്ടി വരുത്തിയതെങ്കിൽ ദൈവം ആയുഷ്കാലം മുഴുവനും കൂടെ ഉണ്ടായിരിക്കും. അവൻ അവരുടെ എല്ലാ പ്രതിസന്ധികളും തരണം ചെയ്യുവാനുള്ള ആലോചനയും ബുദ്ധിയും കൊടുക്കും. നമ്മൾ വിചാരിക്കുന്നത് പോലെ എപ്പോഴും പ്രയാസകരമായ അനുഭവങ്ങളും സന്തോഷകരമല്ലാത്ത അനുഭവങ്ങളൊക്കെയും ലോകത്തുണ്ടാകും. എന്നാൽ അതിനൊക്കെയും തരണം ചെയ്യുവാനുള്ള ബുദ്ധി കർത്താവ് കൊടുക്കും. കർത്താവിനോട് അവിശ്വസ്തത, ഭാര്യയോട് ഭർത്താവിനോട് അവിശ്വസ്തത കാണിച്ച് സുബോധം നഷ്ടപ്പെട്ടു പോകാതിരുന്നാൽ ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്യുവാനുള്ള ആലോചന മൂന്നാമതായി സാക്ഷിയായി വന്ന, കുടുംബ ബന്ധത്തിന് സാക്ഷിയായി വന്ന കർത്താവ് അവർക്ക് സുബോധം പറഞ്ഞു കൊടുക്കും, നല്ല ബുദ്ധി പറഞ്ഞു കൊടുക്കും. അങ്ങനെ അവരുടെ കുടുംബജീവിതം എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യുവാൻ തക്കവണ്ണം ഇടയാകും. അവരുടെ തലമുറ എന്നേക്കും അനുഗ്രഹിക്കപ്പെടുവാനും ഇടയായിത്തീരും. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് ലോകത്തിൽ ഉള്ള സകല കുടുംബങ്ങളുടെയും പിരിമുറുക്കങ്ങളും സകല കുടുംബങ്ങളുടെയും വിഷയങ്ങളും അത് നിമിത്തം മക്കൾ അനുഭവിക്കുന്ന ഏകാന്തതകളും ഭാര്യയ്ക്കും ഭർത്താവിനും ഒരുമിച്ച് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥകളും അത് നിമിത്തം കുടുംബങ്ങൾ തകരുന്നതും കുഞ്ഞുങ്ങളുടെ ഭാവി നശിക്കുന്നതൊക്കെയും ലോകത്ത് നാം ധാരാളം കാണുന്നുണ്ട്. എന്നാൽ ഇതിന് എന്താണ് ഒരു പ്രതിവിധി എന്ന് മനുഷ്യർ ചിന്തിക്കുന്നു. അവർ നാൾപ്പൊരുത്തം നോക്കുന്നു, മറ്റേ കുടുംബത്തിൻ്റെ സംവിധാനങ്ങൾ നോക്കുന്നു, അപ്പം അങ്ങനെ പല കാര്യങ്ങളും നോക്കുന്നു, വിദ്യാഭ്യാസം നോക്കുന്നു, മറ്റ് കാര്യങ്ങളൊക്കെയും ശരീരപ്പൊരുത്തം നോക്കുന്നു, പല കാര്യങ്ങളും നോക്കുന്നു. എന്നാൽ ഈ പൊരുത്തങ്ങളൊന്നും ആവശ്യമില്ല. പിന്നെയോ വിവാഹബന്ധം ദൈവത്താൽ ആയിരിക്കുമ്പോൾ അതിന് മധ്യസ്ഥനായിട്ട് കർത്താവ് ഉണ്ടാകും. അവിടെ അവിശ്വസ്തത വരാതിരുന്നു കഴിഞ്ഞാൽ അവനെ ദൈവം സൽബുദ്ധി ഉപദേശിച്ചു കൊടുക്കും. ആ സൽബുദ്ധിയാൽ
ജീവിതം ആണ്ടുകൾ സന്തോഷത്തിലും ആനന്ദത്തിലും കഴിച്ചു കൂട്ടുവാൻ സാധിക്കുമെന്ന് ദൈവത്തിൻ്റെ വചനം പറഞ്ഞിരിക്കുന്നു. നമ്മൾ അങ്ങനെയുള്ള തലമുറകൾ, സന്തതികൾ അവർ ഭൂമിയിൽ ബലപ്പെട്ടിരിക്കുമെന്നും ദൈവത്തിൻ്റെ വചനം പറയുന്നത് പ്രകാരം ഇതാ യൗവനത്തിലെ ഭാര്യയോട് അവിശ്വസ്തത കാണിക്കാത്ത, സാക്ഷിയായി വന്ന ദൈവത്തോട് അവിശ്വസ്തത കാണിക്കാത്ത, ഭർത്താവിനോട് അവിശ്വസ്തത കാണിക്കാത്ത ഒരു ശ്രേഷ്ഠകരമായ കുടുംബജീവിതം നമുക്ക് പ്രാപിക്കാം എന്ന് ആശംസിച്ചുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ ആയിരിക്കുന്നു. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.